അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ യാത്രയുടെ തുടർച്ചയാണ് ഇന്നും ഉള്ളത്. അപ്പോൾ മധുരയിൽ വരുന്നെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഞാൻ. അവിടുത്തെ മെയിൻ ഫുഡ് എന്താണെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ മെയിൻ ഫുഡ് ജിഗർതണ്ടാന്ന് കണ്ടിരുന്നു. പിന്നെ ബൺ പൊറോട്ട ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കഴിക്കണ കാണിച്ചു തന്നു. അപ്പോൾ ജിഗർതണ്ട നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കുമെന്ന് തോന്നി. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ പാമ്പിൻ പാലം കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഡോക്ടർ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. അത് കാണാൻ വേണ്ടി പോവുകയാണ്. അത് 8 മണി വരെയും അത് ഓപ്പൺ ആണെന്ന് സൈറ്റിൽ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് കയറി കാണാം. ഇനിയിപ്പോൾ ധനുഷ്കോടിക്ക് നമുക്ക് ഇന്ന് പോകാൻ മിക്കവാറും നടക്കുമെന്ന് തോന്നണില്ല. ഇനിയിപ്പോൾ നമ്മൾ രാമേശ്വരത്ത് നമ്മൾ സ്റ്റേ ആകേണ്ടി വരും. അപ്പോൾ അതേ പാലത്തുമേ കൂടി പോകുന്ന കാഴ്ചയാണ്. വാഹനങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഭംഗിയുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നിർത്തുമ്പോഴാണ് നല്ല ബ്ലോക്കാകും. അവിടെ എഴുതി വച്ചിട്ടുണ്ട്, വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 50,000 രൂപയൊക്കെ പിഴ അടയ്ക്കേണ്ടി വരുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ ഇവിടെ MVDനെ ഒന്നും അതും കണ്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ മനോഹരമായ തമിഴ്നാടിൻ്റെ ഗ്രാമവീഥികളിലൂടെ പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ നമ്മൾ അബ്ദുൽ കലാമിൻ്റെ മ്യൂസിയത്തിലെത്തിയേക്കുണ്ട്. ഇവിടെ കച്ചവടങ്ങളും കാര്യങ്ങളും. ഇവിടെ നമുക്ക് ക്യാമറയൊന്നും അകത്തേക്ക് കയറ്റാൻ പാടില്ല. അത് പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് വരണം. അപ്പോൾ നമ്മളത് കാറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഏതായാലും നന്നായി. നമ്മൾ ക്യാമറ ഉണ്ടായെങ്കിൽ പിന്നെ അകത്ത് നിന്ന് ഫോട്ടോ എടുക്കലും അതിൻ്റെ ഒരു ഇതൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്ന് അതിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോ ഒന്ന് ചെയ്തതുണ്ട്. പിന്നെ നമ്മൾ കാറിലെടുത്ത് വെച്ചേക്കായിരുന്നു. മൊബൈൽ ഫോണൊന്നും അകത്തേക്ക് കയറ്റാനേ പാടില്ല. അങ്ങനെയാണ്. പിന്നെ ചെരുപ്പെല്ലാം അവിടെ പുറത്ത് വെക്കണം. അതിനൊക്കെയുള്ള സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അവിടെ. പക്ഷേ അതിനവർ പൈസ ഒന്നും ഈടാക്കുന്നില്ല. അതിനിടയ്ക്ക് ഇതേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ജിഗർദണ്ഡ. ഞാനപ്പോൾ അവിടുത്തെ ഒരു ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ എന്നെ കാണിച്ചു തന്നു. വേറൊരു ബേക്കറി കാണിച്ചു തന്നു. ആ ബേക്കറിയിൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വാങ്ങിച്ചാൽ മതിയോ എന്ന് കരുതി. പക്ഷേ അവർ പറഞ്ഞു 70 രൂപയുടെ ഉണ്ട്, 90 രൂപയുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ എന്നിട്ട് അന്ന് എന്തായാലും ഏറ്റവും നല്ലതായിക്കോട്ടെ എന്ന് കരുതി 90 രൂപയുടെയാണ് ഞാൻ വാങ്ങിച്ചത്. ഏറ്റവും ടേസ്റ്റ് ആയിക്കോട്ടെ എന്നിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു കണ്ടൻറ്റ് കൂടിയ ഒരു ടേസ്റ്റും പിന്നെ അതിൽ കുറച്ച് സേമിയത്തിൻ്റെ പോലെയുള്ള ഒരു സൈസ് തരികളും ഒക്കെയുള്ള പാല് കട്ടിയായിട്ടുള്ള നന്നായി കുറുക്കിയെടുത്ത് പഞ്ചസാര ഇട്ട ഒരു ടേസ്റ്റും ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ കലാം ഹൗസിൽ നമ്മൾ പോകേണ്ട ദ ഹൗസ് ഓഫ് കലാം. അപ്പോൾ അവിടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല. ഇവിടെയൊക്കെ ആ വഴിയിലൊക്കെ നിറയെ വെള്ളം കെട്ടി കിടക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ കാണുന്ന ആ നീല കളറിൽ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ അകത്താണ് കേട്ടോ ആ ബിൽഡിങ്. അതാണ് അദ്ദേഹത്തിൻ്റെ വീട്. അത് മോഡിഫൈ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അദ്ദേഹം താമസിച്ചത് ഇത്രയും വലിയ ബിൽഡിങ്ങിൽ ഇതൊന്നും അല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് അവിടെ താഴെ ചെന്നിട്ട് പിന്നെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അകത്തേക്ക് കയറാൻ. അപ്പോൾ ചെരുപ്പ് താഴെ നമ്മൾ ഊരി വെച്ചിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീതികളിലൂടെയൊക്കെ അദ്ദേഹം ഒരുപാട് നടന്നിട്ടുള്ള വീതികളും ഇതൊക്കെ തന്നെയായിരിക്കാം. പിന്നെ വീടിനൊക്കെ പല മാറ്റങ്ങളുണ്ടാകും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഫോട്ടോസും ഇതെല്ലാം നിറയെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഒരു ഒരു വള മാല അതൊക്കെ കിട്ടുന്ന സ്റ്റേഷനറി ഇതൊക്കെ കിട്ടുന്ന സൈസ് ഒരു ഷോപ്പ് അതിൻ്റെ മേളിലുണ്ട്. ആ കുത്തനെ പടികൾ കയറി ചെന്ന് എത്തുമ്പോൾ അങ്ങോട്ടേക്കാണ് എത്തുന്നത്. പിന്നെ അവിടെ ചെന്ന് നമ്മൾ അങ്ങനെയൊന്നും പർച്ചേസ് ചെയ്തില്ല. അമ്മ എന്തോ 1-2 ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയൊക്കെ വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ അതിന് തൊട്ട് മുൻപായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്തുള്ള കുറച്ച് പബ്ലിക്കിന് കാണാൻ വേണ്ടി ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ക്യാഷൊന്നും അവർ വാങ്ങിക്കുന്നില്ല. നമുക്ക് ഇതൊന്നും ടോക്കൺ എടുത്തിട്ട് അങ്ങനെ നമുക്ക് എൻട്രി ഫീസോ പാസോ അങ്ങനെ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് കയറി അതൊക്കെ കാണാം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞ ഫോട്ടോസുകളും പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ മൊമെൻറ്റോസ്, പിന്നെ ഒരുപാട് അംഗീകാരം. പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ബുക്കുകളായിരിക്കും. അദ്ദേഹത്തിൻ്റെ വിരൽസ്പർശം ഏറ്റ ബുക്കുകൾ ഇതൊക്കെ ആയിരിക്കാം. അങ്ങനെ ഓരോരോ സാധനങ്ങളും അദ്ദേഹത്തിനെ ഓർമ്മയെ വിളിച്ചോതുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതെല്ലാം ഒരു ഗ്ലാസിൻ്റെ അകത്തൊക്കെ ഇട്ട് വെച്ച് ആരും ടച്ച് ചെയ്യാതെയൊക്കെ ആരും തൊടയൊന്നും ചെയ്യാതെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. പിന്നെ അങ്ങനെ അവിടെ സെക്യൂരിറ്റി അങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ആളുകൾ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഫ്രണ്ടിൽ ഡോറിൻ്റെ അവിടെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മളുടെ അടുത്ത് അങ്ങനെ കർശന നിർദ്ദേശം അങ്ങനെയൊന്നും പറയുന്നില്ല.
പക്ഷെ നമ്മളതനുസരിച്ച് നല്ല രീതിയിൽ തന്നെയുണ്ട്, എല്ലാവരും മാന്യമായ രീതിയിൽ തന്നെയാണ് കണ്ടിങ്ങനെ പോകുന്നത്, ഒന്നും ടച്ച് ചെയ്യാതെയും ഇതൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രകളും ജീവിത രീതിയും ഇതൊക്കെ നമുക്ക് അതിലൂടെ വായിക്കാനും നമുക്ക് മനസ്സിലാക്കാനും ചിത്രങ്ങളിലൂടെ തന്നെ നമുക്കെല്ലാം മനസ്സിലാക്കി തരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞില്ലായിരുന്നു, തമിഴ്നാട്ടിൽ ഇതേ ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ശനിയാഴ്ച രാത്രിയാണ്, അതുകൊണ്ട് തന്നെ ആണെന്ന് തോന്നുന്നു കൂടുതൽ ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ കാണാം കേട്ടോ. കല്യാണപ്പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ഫോട്ടോസ് മിക്കതിലും, പിന്നെ ഓരോ ആളുകളുടെ ഫോട്ടോസുകൾ ഇങ്ങനെ നിറയെ ഇങ്ങനെ വീതികളിൽ ഇരിക്കേണ്ട. അപ്പോൾ ഓരോരുത്തരുടെ ഇങ്ങനെ പ്രൗഢി വിളിച്ചോതാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലതിലൊക്കെ ചില VIP നിൽപ്പുണ്ടാകും, നമ്മൾ അറിയുന്ന 1-2 VIP ഫോട്ടോ വെച്ചിട്ട്, പിന്നെ നമ്മൾ പരിചയമില്ലാത്ത ആളുകളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട്, നടുക്ക് മണവാട്ടിയുടെ മണവാളിൻ്റെ ഫോട്ടോ വെച്ചിട്ട്, അങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് കാണാനുണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ ഒരു അത്ഭുതം തോന്നും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലും ഇതൊക്കെ കണ്ട് അംഗീകരിച്ച് ഇനി വരുമോയെന്ന് അറിയില്ല കേട്ടോ, അനുകരിച്ച് ഇനിയിപ്പോൾ ആ രീതിയൊക്കെ ഫോളോ ചെയ്യുമോയെന്ന് അറിയില്ല നമ്മളും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ ഒരു ബീച്ച് ഉണ്ടെന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ ഒന്ന് പോകുകയാണ്. ഇപ്പോൾ അതിനിടയ്ക്ക് നമ്മളിപ്പോൾ റൂമൊക്കെ എടുത്തിരുന്നിട്ടാ. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ അപ്പോൾ ബാറ്ററി ലോ ആയത് കാരണം ഞാൻ പിന്നെ വീഡിയോ ചെയ്തില്ല. പിന്നെ ഞാൻ റൂമിൻ്റെയൊക്കെ ഞാൻ വീഡിയോ പിടിച്ചതാണ്. ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തെ നോക്കിയപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മധുരയിൽ എടുത്ത ആ റൂമിൻ്റെയും കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ടുള്ള റൂമായിരുന്നു നമ്മളിവിടെ രാമേശ്വരത്ത് എടുത്തത് കേട്ടോ. അപ്പോൾ മധുരയിലും കുറച്ചുകൂടി ടൂറിസ്റ്റ് പ്ലേസ് കൂടുതലുള്ള സ്ഥലമാണ് രാമേശ്വരം ഇതൊക്കെ. അപ്പോൾ അവിടെ എന്തുകൊണ്ട് നമുക്ക് നല്ല ഹോട്ടൽ തന്നെ കിട്ടി. അവിടുത്തെ രണ്ടും നല്ലതൊക്കെ തന്നെയായിരുന്നു, AC ഇതൊക്കെ വരുന്നത് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഇതിപ്പോൾ പിറ്റേന്നത്തെ കാഴ്ചയാണ്. പിറ്റേന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ട് റൂമിൽ നിന്ന് ഒരു 7 മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാഴ്ചയാണ്. ഇനിയിപ്പോൾ നമുക്ക് ധനുഷ്കോടിയിലേക്ക് പോകണം. ശരിക്കും നമുക്ക് ആ മ്യൂസിയത്തിൽ കയറിയപ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ അബ്ദുൽ കലാം മ്യൂസിയത്തിൽ കയറിയപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾക്ക് കുറേയൊക്കെ നമ്മുടെ രാഷ്ട്രപതി ആയിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ശാസ്ത്രജ്ഞനായിരുന്നു, നമുക്കറിയാം സ്കൂളിൽ പഠിച്ചത്. ഇപ്പോഴും സ്കൂളിൽ പഠിക്കാനൊക്കെ ഉണ്ട്, മലയാള പാഠത്തിലൊക്കെ ഉണ്ട്, വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. പക്ഷേ എന്നാലും അതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഫീലിംഗാണ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് കൊഴിഞ്ഞു വീഴുന്നതും ആളുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓടി വന്ന് പിടിക്കുന്നതും അതെല്ലാം ഒരു പ്രതിമ രൂപേണ നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ ശരിക്കും അത് നമ്മൾ നേരിൽ കാണുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നമുക്കത് നേരിട്ട് കണ്ടാലാണ് അതിൻ്റെ ഫീലിംഗ് നമുക്ക് മനസ്സിലാകുള്ളൂ. അങ്ങനെ ഓരോ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ ഓരോ വഴികളും ഓരോ ഉയർച്ചകളും ഓരോ നാൾ വഴികൾ വളർന്നു വന്ന ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ നമ്മൾ പാഠത്തിൽ പഠിക്കാനുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ സ്വർണം വെച്ചിട്ടാണ് അദ്ദേഹം പഠിക്കാൻ പോയ കാര്യം ഇതൊക്കെ. അപ്പോൾ ആ സഹോദരിയാണെന്ന് തോന്നുന്നു, സഹോദരിയുടെയും അതിൻ്റെ വാപ്പയുടെയും ബ്രദറിൻ്റെയും ഒക്കെ ഫോട്ടോയും അതെല്ലാം നമുക്കിവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതേ ധനുഷ്കോടിയിലേക്കാണ് പോണത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും അത് കുറച്ച് മിസ്സായി പോയതുപോലെ തോന്നിയിട്ട് അത് വീഡിയോയിൽ പകർത്താൻ പറ്റാതിരുന്നു. പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിൽ അതെന്നും തങ്ങി നിൽക്കും ആ ഒരു കാഴ്ച ഇതൊക്കെ. അവിടെ കുറേ ആളുകളൊക്കെ വരെയും ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു. ഇനിയിപ്പോൾ ധനുഷ്കോടി എത്താറാകുമ്പോൾ നല്ല ഭംഗിയുണ്ട്. 2 സൈഡിൽ ചുറ്റും ഇങ്ങനെ കടലിങ്ങനെ കാണുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ ലാസ്റ്റ് അരികിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ, ഒരു നല്ല ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ശരിക്കും ഒരു പ്രേത നഗരം എന്ന രീതിയിലാണ് ധനുഷ്കോടി അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ ഒരുപാട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇനി ധനുഷ്കോടിയിൽ എത്തുമ്പോൾ ഞാനിത് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുത്തെ ഉള്ള കാഴ്ചകളും പിന്നെ രസകരമായ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് നമ്മളുടെ ഫുഡും കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാതെ ഉണ്ടോ നമ്മളിപ്പോൾ പോകുന്നത്. രാവിലെ എഴുന്നേറ്റ് അതേപടി തന്നെ പോകുകയാണ്. അപ്പോൾ ഇതെല്ലാം നിറയെ ഫുഡൊക്കെ കിട്ടുന്ന ഇതാണ് കേട്ടോ, ഓലമേഞ്ഞ ഷെഡുകളാണ്. ഇതിൽ നല്ല രുചികരമായ മീനും ചോറും ഇതൊക്കെ, പിന്നെ അവരുടെ നല്ല സ്നേഹവും എല്ലാം ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഞങ്ങൾക്കും അത് നല്ല വിശപ്പോടുകൂടി ആ ഫുഡ് കഴിച്ചപ്പോൾ നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു ടേസ്റ്റാണ് നമുക്ക് അവിടെ നിന്ന് അനുഭവപ്പെട്ടത്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ലൈറ്റ് ഹൗസാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ നിർത്താമായിരുന്നു, പക്ഷേ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് ഇനിയിപ്പോൾ എറണാകുളത്തേക്ക് തിരിക്കേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് നമുക്ക് ഇന്നലെ കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് വൈകിട്ട് ഇവിടെയൊക്കെ ചുറ്റി കാണാമായിരുന്നു. പക്ഷേ ഇവിടെ കുറേ വൈകിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ആളുകളെ ഒന്നും കയറ്റില്ല. അത് കാരണമാണ് നമ്മൾ കൂടുതൽ ഇന്നലെ പിന്നെ അവിടെ ഹൗസ് ഓഫ് കലാമിലൊക്കെ നമ്മൾ പോയി ചുറ്റിക്കറങ്ങിയൊക്കെ പിന്നെ സമയം വൈകിട്ട് ഇങ്ങോട്ട് വരാനും സമയം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, ഇതിപ്പോൾ എത്രയോ നേരമായി നമ്മളിങ്ങനെ ഇതുപോലെയുള്ള വഴികൾ ഇങ്ങനെ കാണുന്ന, ചുറ്റും കടലും നമ്മളിപ്പോൾ നടക്കൂടെയുള്ള റോഡ് ഇങ്ങനെ പോകുന്നതും ഇതൊക്കെ നല്ല കാഴ്ചയുണ്ട്. നല്ല കാറ്റുമുണ്ട്, അതിലേറെ വെയിലും ഉണ്ട് കേട്ടോ ഇവിടെ.
എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നപ്പോയിട്ട് ഇവിടെ എല്ലാം അടിച്ചിട്ടേക്കാം. ഇനിയിപ്പോൾ ഉച്ച കഴിയണം. പക്ഷെ നമുക്ക് അത്രയും നേരം നിൽക്കാൻ പറ്റൂല. നമ്മളിപ്പോൾ പോകും നേരത്തെ. അവിടെ ഒന്നും ആഴമില്ലാന്ന് തോന്നുന്നുണ്ട്. അവിടെയൊക്കെ ആളുകൾ ഇറങ്ങിക്കണുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം കാണാം. സമയം 7:51. രാവിലെ 7:51 തിരക്കാണ് ഇവിടുത്തെ.